നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 മാർച്ച് മാസം 29-ാം തീയതി ഞായറാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഏപ്രിൽ 1 മുതൽ വീടുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ 4 വിഭാഗങ്ങളായിട്ട് വേർതിരിച്ച് കൈമാറണമെന്ന പുതിയ നിർദ്ദേശം നിലവിൽ വരികയാണ്. മുൻപ് ജൈവ, അജൈവ എന്നിങ്ങനെ 2 രീതിയിലായിരുന്നു മാലിന്യങ്ങൾ തരംതിരിച്ചിരുന്നത്. എന്നാൽ ഇനി മുതൽ ഈർപ്പമുള്ള മാലിന്യങ്ങൾ, ദ്രവിക്കുന്നവ, വരണ്ട മാലിന്യങ്ങൾ, സാനിറ്ററി മാലിന്യങ്ങൾ, കൂടാതെ പ്രത്യേകമായിട്ട് സംസ്കരിക്കേണ്ട മറ്റ് അവശിഷ്ടങ്ങൾ എന്നിങ്ങനെ 4 ആയിട്ട് തരംതിരിക്കണം. ഇതിൽ സാനിറ്ററി മാലിന്യങ്ങൾ പ്രത്യേകം പാക്ക് ചെയ്ത് വേണം കൈമാറാനായിട്ട്. ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളും പൊതുജനങ്ങൾ പാലിക്കേണ്ടതായിട്ടുള്ള കൃത്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളും ഒക്കെ തന്നെ ഉടൻ തന്നെ സംസ്ഥാനത്തുടനീളം ഔദ്യോഗികമായിട്ട് അറിയിക്കുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്നതിനായിട്ട് വോട്ടർമാർക്ക് പണമോ പാരിതോഷികങ്ങളോ മദ്യമോ മറ്റ് സാധന സാമഗ്രികളോ വിതരണം ചെയ്യുന്നത് ശിക്ഷാർഹമായിട്ടുള്ള കുറ്റമാണെന്ന് ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ മോണിറ്ററിംഗ് നോഡൽ ഓഫീസർ അറിയിച്ചിരിക്കുകയാണ്. ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ തന്നെ തടയുന്നതിനായിട്ട് സംസ്ഥാനത്തെ 14 ജില്ലകളിലുടനീളം ഫ്ലൈയിങ് സ്ക്വാഡുകളെയും അതോടൊപ്പം തന്നെ സ്റ്റാറ്റിക് സർവൈലൻസ് ടീമുകളെയും ഒക്കെ തന്നെ വിന്യസിച്ചിട്ടുണ്ട്. അനധികൃതമായിട്ട് പണമോ മറ്റ് സാമഗ്രികളോ കടത്തുന്നത് തടയാനായിട്ട് നടത്തുന്ന വാഹന പരിശോധനയോടെ പൊതുജനങ്ങൾ പൂർണ്ണമായിട്ടും സഹകരിക്കേണ്ടതാണ്. കൃത്യമായ രേഖകളില്ലാതെ 50,000 രൂപയിൽ കൂടുതൽ തുക കൈവശം വെച്ച് യാത്ര ചെയ്യരുതെന്നും ആവശ്യമായിട്ടുള്ള രേഖകൾ എപ്പോഴും കയ്യിൽ കരുതണമെന്നും നോഡൽ ഓഫീസർ അറിയിച്ചു. വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുള്ള ഔദ്യോഗിക സംവിധാനങ്ങൾ പൊതുജനങ്ങൾക്ക് ലളിതമായി തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താനായിട്ട് സാധിക്കൂ എന്നതിനാൽ തന്നെ ഇത് വളരെ പ്രധാനമാണ്. വോട്ടർ ഹെൽപ്പ് ലൈൻ നമ്പറായിട്ടുള്ള 1950 STD കോഡ് ചേർത്ത് വിളിച്ചാൽ വോട്ടർ ID കാർഡ് നമ്പർ നൽകി വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ്. കൂടാതെ വോട്ടർ ID കാർഡ് നമ്പർ ഉപയോഗിച്ച് SMS വഴിയും വിവരങ്ങൾ ലഭ്യമാണ്. ഇതിനായിട്ട് ECI എന്ന് ടൈപ്പ് ചെയ്ത് സ്പേസ് ഇട്ട ശേഷം വോട്ടർ ID കാർഡിലെ അക്കങ്ങൾ ചേർത്ത് 1950 എന്ന നമ്പറിലേക്ക് സന്ദേശം അയച്ചാൽ മതിയാകും. ഇതിന് പുറമെയായിട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള voters.eci.gov.in സന്ദർശിച്ച് ഇലക്ട്രൽ സെർച്ച് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വോട്ടർ ID നമ്പറും സംസ്ഥാനവും നൽകി കഴിഞ്ഞാൽ പട്ടികയിലെ മുഴുവൻ വിവരങ്ങളും നിങ്ങൾക്ക് സ്ക്രീനിൽ തെളിയുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ വാഹന ഉടമകൾക്ക് വലിയ ആശ്വാസമായിട്ട് സർക്കാരിൻ്റെ പുതിയ പ്രഖ്യാപനം എത്തിയിരിക്കുകയാണ്. വിവിധ ഗതാഗത നിയമലംഘനങ്ങളുടെ പേരിൽ കുമിഞ്ഞുകൂടിയ ട്രാഫിക് പിഴകൾ അത് പകുതി തുക നൽകിക്കൊണ്ട് തീർപ്പാക്കാൻ 50% ഇളവിന് ഇതോടെ ഇപ്പോൾ അവസരമൊരുങ്ങുകയാണ്. കാലങ്ങളായിട്ട് അടയ്ക്കാതെ കിടക്കുന്ന പിഴ തുകകളൊക്കെ തന്നെ ഈടാക്കുന്നതിനും കോടതികളിലെ കേസുകളുടെ എണ്ണം കുറയ്ക്കുന്നതിനുമായിട്ടാണ് ആഭ്യന്തര വകുപ്പ് ഇത്തരമൊരു പദ്ധതിക്ക് ഇപ്പോൾ രൂപം നൽകിയിരിക്കുന്നത്. AI ക്യാമറകൾ വഴിയും അതോടൊപ്പം തന്നെ ട്രാഫിക് പോലീസിൻ്റെ നേരിട്ടുള്ള വാഹന പരിശോധനകൾ വഴിയും ഒക്കെ തന്നെ ചുമത്തപ്പെട്ട പിഴകൾക്ക് ഈ ഒരു ഇളവ് ബാധകമായിരിക്കും. അമിത വേഗത, ഹെൽമറ്റ് ധരിക്കാതിരിക്കുക, സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുക, സിഗ്നൽ ലംഘനം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് ലഭിച്ച ചെല്ലാനുകളൊക്കെ തന്നെ പകുതി തുക അടച്ചുകൊണ്ട് തീർപ്പാക്കാം. എന്നാൽ മദ്യപിച്ച് വാഹനം ഓടിക്കുകയോ മാരകമായിട്ടുള്ള അപകടങ്ങളൊക്കെ തന്നെ വരുത്തുകയോ ചെയ്ത കേസുകൾക്ക് ഈ ഒരു ഇളവ് ബാധകമായിരിക്കില്ല. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഇന്ത്യൻ റെയിൽവേയുടെ ടിക്കറ്റ് റദ്ദാക്കൽ നിയമങ്ങളിൽ വരുത്തിയ പുതിയ പരിഷ്കാരങ്ങൾ ഏപ്രിൽ 15-നകം നിലവിൽ വരുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. പുതിയ മാറ്റങ്ങൾ പ്രകാരം കൺഫേം ആയിട്ടുള്ള ബർത്തുകൾക്ക് മുഴുവൻ തുകയും തിരികെ ലഭിക്കണമെങ്കിൽ യാത്ര തുടങ്ങുന്നതിന് 72 മണിക്കൂർ മുമ്പെങ്കിലും ടിക്കറ്റ് റദ്ദാക്കേണ്ടതുണ്ട്. നേരത്തെ ഇത് 48 മണിക്കൂറായിരുന്നു. ഈ സമയപരിധിക്കുള്ളിൽ ടിക്കറ്റ് റദ്ദാക്കിയാൽ നാമമാത്രമായിട്ടുള്ള ഒരു തുക മാത്രമായിരിക്കും റദ്ദാക്കൽ ചാർജ് ഇനത്തിൽ ഈടാക്കുക. റദ്ദാക്കുന്ന സമയത്തിനനുസരിച്ച് റീഫണ്ട് തുകയിൽ വ്യത്യാസമുണ്ടാകും. ട്രെയിൻ പുറപ്പെടുന്നതിന് 72 മണിക്കൂർ മുതൽ 24 മണിക്കൂർ മുൻപ് വരെ ടിക്കറ്റ് റദ്ദാക്കിയാൽ ടിക്കറ്റ് നിരക്കിൻ്റെ 25% തുക നഷ്ടമാകും. എന്നാൽ 24 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെയാണ് സമയം ബാക്കിയുള്ളതെങ്കിൽ 50% തുകയായിരിക്കും നഷ്ടപ്പെടുക. ട്രെയിൻ പുറപ്പെടുന്നതിന് 8 മണിക്കൂറിൽ താഴെ മാത്രം സമയം ബാക്കിയുള്ളപ്പോഴാണ് ടിക്കറ്റ് റദ്ദാക്കുന്നതെങ്കിൽ യാതൊരുവിധ റീഫണ്ടും ലഭിക്കില്ല. നേരത്തെ 4 മണിക്കൂർ മുൻപ് വരെ റീഫണ്ട് ലഭിച്ചിരുന്ന സ്ഥാനത്താണ് ഈ മാറ്റം വരുന്നത്. യാത്രക്കാർക്ക് സൗകര്യപ്രദമായിട്ടുള്ള മറ്റ് ചില മാറ്റങ്ങളും റെയിൽവേ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി മുതൽ ട്രെയിൻ പുറപ്പെടുന്നതിന് അരമണിക്കൂർ മുൻപ് വരെ ബോർഡിംഗ് സ്റ്റേഷനിൽ മാറ്റം വരുത്താം. നേരത്തെ അന്തിമ ചാർട്ട് തയ്യാറാക്കുന്നതിന് മുൻപ് മാത്രമായിരുന്നു ഈ സൗകര്യം ലഭ്യമായിരുന്നത്. കൗണ്ടർ വഴി ടിക്കറ്റ് എടുത്തവർക്കും ട്രെയിൻ പുറപ്പെടുന്നതിന് അരമണിക്കൂർ മുൻപ് വരെ ഈ ഒരു മാറ്റം വരുത്താവുന്നതാണ്.
കൂടാതെ കൗണ്ടർ വഴി റിസർവ് ചെയ്ത ടിക്കറ്റുകൾ റദ്ദാക്കാൻ ഇനി യാത്ര അവസാനിക്കുന്ന സ്റ്റേഷനിൽ തന്നെ പോകണമെന്നുമില്ല. രാജ്യത്തെ ഏത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇത്തരത്തിലുള്ള ടിക്കറ്റുകൾ റദ്ദാക്കിക്കൊണ്ട് പണം കൈപ്പറ്റാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്തെ PM കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കളായിട്ടുള്ള കർഷകരുടെ ശ്രദ്ധയ്ക്ക് 20, 21, 22 ഗഡുക്കൾ മുടങ്ങിയ കർഷകർക്കായിട്ട് ആനുകൂല്യം കൃത്യമായിട്ട് വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ഗുണഭോക്താക്കൾ തങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അത് ആധാറുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം, ആധാർ സീഡിങ്, അതുപോലെ തന്നെ ഇലക്ട്രോണിക് KYC, KYC നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും ഉറപ്പുവരുത്തേണ്ടതാണ്. ആനുകൂല്യം മുടങ്ങിയവർ PFMS പബ്ലിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സിസ്റ്റം പോർട്ടൽ വഴി തങ്ങളുടെ അക്കൗണ്ട് വിവരങ്ങൾ നൽകിക്കൊണ്ട് നിലവിലെ സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടതാണ്. ഏത് ഗഡു വരെയാണ് ലഭിച്ചതെന്നും ബാക്കിയുള്ളവയുടെ ക്രമീകരണങ്ങൾ ഏത് ഘട്ടത്തിലാണെന്നും ഇതിലൂടെ നിങ്ങൾക്ക് ലളിതമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ചില പ്രധാന വിവരങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. നിലവിൽ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടില്ലെങ്കിലും ഈസ്റ്റർ, വിഷു പ്രമാണിച്ചുകൊണ്ട് 2 ഗഡുക്കൾ ഒരുമിച്ച് വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഏപ്രിൽ മാസത്തിൽ ലഭിക്കേണ്ട സഹായം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ മുൻകൂട്ടിയുള്ള വിതരണം നടക്കുന്നത്. ഇതനുസരിച്ച് 2 ഗഡുക്കളായിട്ട് ഏകദേശം 4000 രൂപ, 2000 രൂപയുടെ 2 ഗഡുക്കൾ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കോ നേരിട്ട് കൈകളിലേക്കോ എത്തുന്നതാണ്. തിങ്കളാഴ്ച മുതൽ വിതരണ നടപടികൾക്ക് തുടക്കം കുറിക്കും. 30, 31 തീയതികളിലായിട്ട് തുക കൈമാറി തുടങ്ങുന്നതിനാൽ തന്നെ ഗുണഭോക്താക്കൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 2 ഗഡുക്കൾ 2 ആഴ്ചകളിലായിട്ട് വിതരണം ചെയ്യാനായിരുന്നു നേരത്തെ സർക്കാർ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇത് ഗുണഭോക്താക്കൾക്ക് ബുദ്ധിമുട്ടാകുമെന്ന് കണ്ടുകൊണ്ട് എല്ലാവർക്കും ഒരേ സമയം 4000 രൂപ ലഭ്യമാക്കുന്ന രീതിയാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. മുൻപും സമാനമായിട്ടുള്ള രീതിയിൽ ആനുകൂല്യങ്ങളൊക്കെ തന്നെ വിതരണം ചെയ്തിട്ടുണ്ട്. കൂടാതെ കേന്ദ്ര സർക്കാർ വിഹിതം ലഭിക്കുന്ന 8.5 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് 200 രൂപ മുതൽ 500 രൂപ വരെയുള്ള തുക അവരുടെ ആധാർ സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് എത്തുന്നതാണ്. ഇതോടൊപ്പം തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് 5 ഗഡുക്കളായിട്ടുള്ള പെൻഷൻ തുക ഏകദേശം 8000 രൂപ വരെ വിതരണം ഇപ്പോൾ ചെയ്യാനുള്ള നടപടികളും പൂർത്തിയായിട്ടുണ്ട്. ഇതിനാവശ്യമായിട്ടുള്ള തുക 14 ജില്ലകളിലേക്ക് കൈമാറിയും കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ തന്നെ ഈ തുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. അതിനാൽ തന്നെ ആരും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. വിഷു, ഈസ്റ്റർ ആഘോഷങ്ങളോടനുബന്ധിച്ചുകൊണ്ട് സപ്ലൈകോ വഴി ആകർഷകമായിട്ടുള്ള ആനുകൂല്യങ്ങളാണ് പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്നത്. ഇതോടൊപ്പം തന്നെ റേഷൻ ഷോപ്പുകൾ വഴിയുള്ള മാർച്ച് മാസത്തിലെ വിതരണവും സജീവമായി തന്നെ തുടരുന്നുണ്ട്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ്, അത് സപ്ലൈകോ വഴി ലഭിക്കുന്ന വിഷു കിറ്റിനെ സംബന്ധിച്ചുള്ള അറിയിപ്പാണ്. 1 കിലോ പഞ്ചസാര, 1/2 കിലോ വീതം ചെറുപയർ, വൻപയർ, കടല, ശർക്കരപ്പൊടി, അതോടൊപ്പം തന്നെ ശബരിയുടെ പായസം മിക്സ്, പായസക്കൂട്ട്, നെയ്യ്, ജീരകം, കടുക്, പുട്ടുപൊടി, ഉപ്പുപൊടി, ചിക്കൻ മസാല, ഗരം മസാല, 1 ലിറ്റർ വെളിച്ചെണ്ണ, 250 ഗ്രാം ചായപ്പൊടി എന്നിങ്ങനെ 16 ഇനങ്ങൾ അടങ്ങിയതാണ് ഇത്തവണത്തെ വിഷു കിറ്റ്. ഏകദേശം 1250 രൂപ വില വരുന്ന ഈ കിറ്റ് എല്ലാ കാർഡ് ഉടമകൾക്കും 1001 രൂപയ്ക്ക് ഏപ്രിൽ 1-ാം തീയതി മുതൽ സപ്ലൈകോ വഴി ലഭ്യമാകുന്നതാണ്. കൂടാതെ സപ്ലൈകോയിൽ നിന്നും 1000 രൂപയുടെ സബ്സിഡി തര സാധനങ്ങൾ വാങ്ങുന്നവർക്കായിട്ട് വിഷു കൈനീട്ടം എന്ന പേരിൽ സവിശേഷമായിട്ടുള്ള ഒരു കൂപ്പൺ പദ്ധതിയും ഒരുക്കിയിട്ടുണ്ട്. ഇതിലൂടെ ലഭിക്കുന്ന 101 രൂപയുടെ ഇളവ് ഏപ്രിൽ 16 മുതൽ മെയ് 31 വരെയുള്ള കാലയളവിൽ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിൽ, അതായത് മെഡിക്കൽ സ്റ്റോറുകളും പെട്രോൾ പമ്പുകളും ഒഴികെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെ നിങ്ങൾക്ക് റെഡീം ചെയ്യാവുന്നതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. ശനിയാഴ്ച മാർച്ച് 28-ാം തീയതി 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 230 രൂപ കൂടി 13,575 രൂപയിലും പവന് 1840 രൂപ കൂടി 1,80,600 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങളെ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതുപോലെ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.